ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ബഹുമാന്യനായ അംസക്കുട്ടി സലഫി, ഇതിൻ്റെ സംഘാടകർ, സദസ്സിലെ വിദ്യാസമ്പന്നരായ ജ്യേഷ്ഠ കാരണവന്മാർ, സഹോദര സഹോദരിമാർ, ആദരണീയരായ മാതാപിതാക്കൾ, എൻ്റെ അനിയ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ചിന്തകളും ആലോചനകളും വിഷയങ്ങളുമുണ്ട്. ഇസ്ലാം എന്നത് ഒരു പവിത്രമായ, ലോകത്ത് അള്ളാഹുവിൻ്റേത് എന്ന് പറയാവുന്ന ഏക മതമാണ് ഇസ്ലാം. ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും തൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പതുക്കെയും ഉറക്കയും രഹസ്യവും പരസ്യവുമായി പറഞ്ഞ ആ തത്വമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ കാതൽ എന്താണ്? അതിൻ്റെ ജീവൻ എന്താണ്? നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ശ്വസന പ്രക്രിയ ഭംഗിയായി നടക്കണം, ആഹരിക്കണം, വെള്ളം കുടിക്കണം. ഞാനൊരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ജീവനാഡിയെ അറിഞ്ഞേ പറ്റൂ. മരണപ്പെട്ട കുഞ്ഞീദ് മദനി അവറുകൾ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ കുഞ്ഞീദ് മദനി പറഞ്ഞു, ഒരാൾമറയില്ലാത്ത കിണർ, മറച്ചു കെട്ടിയിട്ടില്ലാത്ത ഒരു കിണർ. സഹോദരങ്ങളെ, ആ കിണറിൻ്റെ മുന്നിലേക്ക് ഒരു കുഞ്ഞ് നിരങ്ങി നിരങ്ങി നീങ്ങുന്നു. ഈ ഒരു ഉപമയിലൂടെ, ഈ ബഹുമാന്യനായ കുഞ്ഞീദ് മദനി പറഞ്ഞ ഈ സംഭവത്തിലൂടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. മറച്ചു കെട്ടിയിട്ടില്ലാത്ത, ആൾമറയില്ലാത്ത ഒരു കിണർ. ആ കിണർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു കുട്ടി, ഒരു കുഞ്ഞ് നിരങ്ങി നിരങ്ങി നീങ്ങുകയാണ്. കിണറിൻ്റെ തൊട്ടടുത്തെത്തി. പടുവൊന്നും ചെയ്തിട്ടില്ലാത്ത കിണറിലേക്ക് അടുത്ത 2-3 സ്റ്റെപ്പ് കുഞ്ഞ് നീങ്ങിയാൽ കിണറിലേക്ക് ആപതിച്ചു പോകും ഈ കുഞ്ഞ്. ആ സമയത്ത് വീടിൻ്റെ ജനൽ വഴി കുഞ്ഞ് കിണറിൻ്റെ അടുത്തെത്തി എന്ന് വിവരമറിയുന്ന ആ കുഞ്ഞിൻ്റെ ഉമ്മയോ വല്യമ്മയോ ഉറക്കെ വിളിച്ചു പറഞ്ഞു കിണറിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മുഹമ്മദിനോട്, അഹ്മദിനോട്, മുഹമ്മദേ, എൻ്റെ കുട്ടി. മുഹമ്മദ് ഉമ്മ വിളിച്ചു പറഞ്ഞത് കേൾക്കണം. മുഹമ്മദിന് അപ്പുറത്ത് നിന്ന് ഈ കുഞ്ഞ് നിരങ്ങി വരുന്ന ഭാഗത്തേക്ക് പെട്ടെന്ന് വന്ന് കുഞ്ഞിനെ പിടിക്കാൻ കിട്ടണം. അതിന് അല്ലാഹു തൗഫീക്ക് കൊടുക്കണം. അതിന് സന്ദർഭവും സാഹചര്യവും ഒത്തുവരണം. എന്നാൽ അല്ലാഹു സഹായിച്ചാൽ ആ കുട്ടിയെ മുഹമ്മദ് മുഖേന അല്ലാഹു രക്ഷപ്പെടുത്തും. ആ ഉമ്മയുടെ വിളി മുഹമ്മദ് കേൾക്കാതെ പോയി. കേട്ടു, അവിടേക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതെ പോയി. എന്നാൽ ആ കുഞ്ഞ് അപകടത്തിലാകും.
മുഹമ്മദേ എൻ്റെ കുട്ടിയെ രക്ഷിക്ക് എന്ന് ഈ ഉമ്മ വിളിച്ചു പറയുമ്പോൾ അവിടുത്തെ കാരണവും കാര്യവും ബന്ധവുമൊക്കെ ഒത്തുവന്നാൽ ആ കുട്ടിയെ അള്ളാഹു ഒരു നിമിത്തമായി വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് മുഖേന രക്ഷപ്പെടുത്താൻ പറ്റും. ഇതിനാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരെ പതുക്കെ ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ മുഹമ്മദിന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയാൽ അത് കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള രക്ഷപ്പെടുത്തലാണ്. അതൊരു കിണറായി, ഒരു കുഞ്ഞായി, ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഏത് സംഭവമാണെങ്കിലും ഇങ്ങനെയാണ്. നമ്മളെ വീട്ടിലെ കിണറിൽ ഒരാൾ വീണുപോയി, ബഹളം കേട്ടു, നമ്മൾ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഒരുക്കി, ആ മനുഷ്യനെ പുറത്തെടുത്തു. ഇതൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സഹായവും രക്ഷപ്പെടുത്തലുമൊക്കെയാണ്. എന്നാൽ അല്ലാഹുവേ എൻ്റെ കുട്ടി രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ എൻ്റെ കുഞ്ഞിനെ എന്ന് ആ ഉമ്മ വിളിച്ചു പറയുമ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലല്ല, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണ്. ഈ മുഹമ്മദ് കുട്ടിയെ പിടിച്ചതുപോലെ അള്ളാഹുവിന് പിടിക്കണോ? അള്ളാഹുവിടേക്ക് വരണോ? അള്ളാഹുവിന് ആ സന്ദർഭം ഒത്തുകിട്ടണമെന്ന ചർച്ചയുണ്ടോ? അല്ല ഏതു നിലക്കും അള്ളാഹുവിന് ആ കുട്ടിയെ അവിടെ സ്റ്റോപ്പാക്കാൻ പറ്റും. ഏത് നിലക്കും അള്ളാഹുവിന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അള്ളാഹു അവിടെ എന്ത് ഉദ്ദേശിച്ചോ അത് നടപ്പിലാക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. അള്ളാഹുവിന്റെ ഇടപെടൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഇടപെടലാണ്. ഈ മനുഷ്യനെ പറ്റി പറഞ്ഞ പോലെ, അപ്പുറത്തുള്ള മുഹമ്മദിനെ പറ്റി പറഞ്ഞതുപോലെ, അപ്പുറത്തുള്ള ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്നത് പോലെ സാഹചര്യം ഒത്തുവന്ന് അതിൻ്റെ കാര്യവും കാരണവും ബന്ധവും ഒക്കെ ഒത്തുവന്ന് കിട്ടിയാൽ രക്ഷപ്പെടുത്താമെന്നതല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അവൻ ഉദ്ദേശിച്ചത് നടക്കും. ഇതേ വിളിയാണ് കുഞ്ഞ് കിണറിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ വീട്ടിലെ ഉമ്മ വിളിക്കുന്നത്. കിണറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ബദിരിങ്ങളെയല്ല, മൊയ്തീൻ ഷെയ്ഖിനെയല്ല, മുനമ്പത്ത് ബീവിയല്ല, നാഗൂരിലോ ഏർവാടിയിലോ അജ്മീറിലോ മുത്തുപേട്ടയിലോ കിടക്കുന്ന ഷെയ്ഖുമാര്, ബീവിമാര്, ആരുമാകട്ടെ, അവരെ വിളിക്കുമ്പോ നേരത്തെ അയൽവാസിയായ മുഹമ്മദിനെ, കിണറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അഹമ്മദിനെ വിളിച്ച വിളിയാണോ? അതല്ല അള്ളാഹുവിനെ വിളിച്ചതുപോലെയുള്ള വിളിയാണോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ബദറിന്റെ രണാങ്കണത്തിൽ അടരാടി പോരാടി ശുഹദാക്കളായവരും പങ്കെടുത്തവരുമായ ബദരീങ്ങൾ ഏതു നിലക്കാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുക? ഇത് മനസ്സിലാക്കാൻ കുറെ ബുദ്ധി വേണം. ഏതു നിലക്ക് രക്ഷപ്പെടുത്തുമെന്നാണ് ഈ വിളിക്കുന്ന ആൾ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവേ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് എങ്ങനെയും ഏതു നിലക്കെങ്കിലും ബദരീങ്ങൾ ഇടപെട്ടുകൊണ്ട് എൻ്റെ കുട്ടി രക്ഷപ്പെടും എന്നാണ് ആ വിളിക്കുന്ന ആളുടെ മനസ്സിലുള്ളത്. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള സഹായം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വിളി. ഇത് മനസ്സിലാക്കാൻ കുറെ യുക്തിയും ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഏർവാടിയിൽ കിടക്കുന്ന, അജ്മീറിൽ കിടക്കുന്ന, നാഗൂരിൽ കിടക്കുന്ന, മുത്തുപേട്ടയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് കിടക്കുന്ന ഏതെങ്കിലും ഷെയ്ഖോ ബീവിയോ ഈ നിലയ്ക്ക് എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തുമെന്നത് തന്നെയാണ് ആ ഉമ്മയും ബാപ്പയും വിളിക്കുന്ന ഓരോ മനുഷ്യരും. അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചാവാം, നിഷ്കളങ്കമായി അവർ വിളിക്കുന്നത്. ഈ വിളിയെയാണ് അള്ളാഹുവിന്റെ മതം ഷിർക്ക് എന്ന് പറഞ്ഞത്. ആ വിളി ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് മാത്രമേ പോകാവൂ. അത് മലക്കുകളിലേക്ക് പോയിക്കൂടാ, ജിന്നുകളിലേക്ക് പോയിക്കൂടാ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലേക്ക് പോയിക്കൂടാ, മരിച്ചുപോയ മഹാത്മാക്കളിലേക്ക് പോയിക്കൂടാ, ലോകത്തിലെ ഒരു പടപ്പുകളിലേക്കും നീങ്ങിക്കൂടാ. ആ വിളി, ആ ഇസ്തിആന, ആ ഇസ്തിഗാസ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് മാത്രം. ഒരു തേങ്ങ നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം, അത് ഭൗതികമായ കാര്യമാണ്. ഒരു മാങ്ങയുടെ വിത്ത് മറ്റേതെങ്കിലും ഒരു നാം ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പയറിന്റെ വിത്ത് മണ്ണിൽ നമുക്ക് കുഴിച്ചിടാം, അത് നമുക്ക് ചെയ്യാവുന്ന ഭൗതികമായ കാര്യമാണ്. അള്ളാഹുവേ ഇതിനെ മുളപ്പിച്ച് നല്ല
വിളവ് നൽകണേ എന്ന് പറയേണ്ടതും അതിനെ മുളപ്പിക്കേണ്ടതും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ പരിധിയിൽപ്പെട്ട കാര്യം മാത്രമാണ്. അപ്പോ അതിനെ മുളപ്പിക്കുക എന്നത് നമ്മുടെ പരിധിയിൽപ്പെട്ടതല്ല, അത് അള്ളാഹുവിന്റെ പരിധിയിൽപ്പെട്ടതാണ്. പക്ഷെ അത് വിത്ത് പാവുക എന്നതോ നമ്മുടെ പരിധിയിലുള്ള കാര്യമാണ്. തേങ്ങ മണ്ണിൽ കുഴിച്ചിടുക എന്നത് നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ഭൗതികമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നല്ല തെങ്ങുണ്ടായി, നല്ല വളം കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാം നൽകി, പക്ഷെ അതിൽ വിളവുണ്ടാകുന്നില്ല. നമുക്കെന്തു ചെയ്യാൻ പറ്റും? എന്തു ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി തൊട്ടു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ വെച്ച് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ചേർത്ത് വായിക്കാം. ഇവിടെയാണ് മക്കയിൽ ജീവിച്ച അബൂജഹൽ അടക്കമുള്ള, ഇവിടെ ഞാൻ വരുമ്പോ ഹംസക്കുട്ടി സലഫി അവറുകൾ ബദറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിത വിശുദ്ധിയെ വിശദീകരിച്ച് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതമാകണം നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് ബദറിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന വാചകങ്ങൾ കേൾക്കാനിടയായി. നിങ്ങൾ ആലോചിക്ക്, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണം. 300 ചില്ലാൻ ആളുകൾ, ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും 300 ചില്ലാൻ ആളുകൾ, മറുഭാഗത്ത് 1000-ലോ അല്ലെങ്കിൽ 1000-മോ 1000-ലധികമോ വരുന്ന ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുശ്രിക്കുകളുടെ കൂട്ടായ്മ. പടക്കോപ്പുകളെല്ലാം റെഡിയാണ്, ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. ബദറുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനല്ല ഇത് പറയുന്നത്, എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. ഇപ്പുറത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മൂർച്ചയേറിയ വാളുകളില്ല, പൊട്ടിയ ആയുധങ്ങളാണുള്ളത്. പലരുടെയും കയ്യിൽ പൊട്ടിയ ആയുധങ്ങളാണ്. ഒട്ടിയ വയറുമായിട്ടാണ് അവർ നിൽക്കുന്നത്. തള്ളിയ കണ്ണുമായിട്ടാണ് അവർ യുദ്ധക്കളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. റമളാൻ എന്ന് പറയുന്ന പദത്തിന്റെ ഒരർത്ഥം തന്നെ കടുത്ത ചൂട് എന്നാണ്. റമളാൻ എന്ന പദത്തിന്റെ ഒരർത്ഥം തന്നെ കടുത്ത ചൂട് എന്നാണ്. സഹിക്കാനാവാത്ത ചൂട് സഹിച്ച് പ്രിയപ്പെട്ടവരെ വിശന്നൊട്ടിയ വയറുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 300 ചില്ലാൻ ആളുകളുമായി ബദറിന്റെ രണാങ്കണത്തിൽ വന്നു നിന്ന് മുട്ടുകാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത്, അവിടെ മറ്റു സഹാബികളുടെ കൂട്ടായ്മയില്ല, കുറച്ചപ്പുറത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകാൽ നിലത്ത് കുത്തിവെച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയുകയാണ്, മനസ്സുരുകി പറയുകയാണ്, അല്ലാഹ് വാഗ്ദാനം ചെയ്ത വിജയമാണ് ബദറില്. അബൂജഹൽ ഇവിടെ മരിച്ചു കിടക്കും, ഉത്ബത്ത് ഇവിടെ മരിച്ചു കിടക്കും, ഷൈബ ഇവിടെ മരിച്ചു കിടക്കും, ഉത്ബയുടെ മകൻ ഇവിടെ മരിച്ചു കിടക്കും. ഒരു വടി കൊണ്ട് ആ ബദറിന്റെ രണാങ്കണത്തിൽ വൃത്തം വരച്ച് അടയാളം വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത യുദ്ധാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെയായിരിക്കും ഉത്ബ മരിച്ചു കിടക്കുക, ഇവിടെയാണ് ഷൈബ മരിച്ചു കിടക്കുക, ഇവിടെയാണ് ഉത്ബയുടെ മകൻ മരിച്ചു കിടക്കുക, ഇവിടെയാണ് അബൂജഹൽ കിടക്കുക എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ച യുദ്ധ. അത്ര വലിയ വാഗ്ദാനം അല്ലാഹു തആല നൽകിയ യുദ്ധമാണ് ഏത്? ബദർ. എന്നിട്ടും അവർ പ്രയാസപ്പെട്ടു. എന്നാ പിന്നെ അള്ളാഹു ഉറപ്പ് തന്നിട്ടുണ്ട് വിജയം എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറിയിരുന്നില്ല. അവർ ത്യാഗോജലമായ പ്രവർത്തനത്തിൽ നിരന്തരമായി ഏർപ്പെട്ടു. രാത്രി ഉറങ്ങാതെ പ്രാർത്ഥനയിൽ മുഴുകി, സുജൂദിലും റുകൂഇലും, അതെ, നിന്നും ഇരുന്നും കിടന്നും അവർ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ, ലൻ തുഅബദ ഫിൽ അർളി അബദ, പടച്ചവനെ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഭൂമിയിൽ ഉണ്ടാവില്ല നാഥ. പറഞ്ഞില്ലേ, റബ്ബേ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു കൊച്ചു ടീമാണ് റബ്ബേ, നിനക്കറിയുമല്ലോ. ആ ടീമായ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുകയാണ് റബ്ബേ. പടക്കോപ്പുകളും എല്ലാ സന്നാഹങ്ങളുമായി വന്ന ഈ ബദറിൽ ഞങ്ങളെ അറുത്തു മാറ്റാൻ പാട്ടുപാടി നർത്തകിമാരെ കൊണ്ടുവന്ന് വിജയത്തിന്റെ ആഹ്ലാദം പൊടിപിടിപ്പിക്കാൻ മദ്യക്കുപ്പികളുമായി കാത്തു നിൽക്കുന്ന, മദ്യം വിളമ്പാൻ സ്ത്രീകൾ തയ്യാറായി നിൽക്കുന്ന, നൃത്തമാടാൻ സംഗീത കച്ചേരി നടത്താൻ റെഡിയായി നിൽക്കുന്ന ഒരു ടീം അപ്പുറത്ത് നിൽക്കുമ്പോ, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക്
ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ ലൻ തുഅബദ ഫിൽ അർളി അബദ, നീ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളെ നീ നശിപ്പിച്ചു കളയല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, കഫാക്, ഓ നബിയെ, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ, നിർത്തൂ നബിയെ, കരയല്ലേ നബിയെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇതിവിടെ നടക്കുമ്പോൾ ഇതിന്റെ മുന്നോടിയായി യുദ്ധത്തിന് മക്കയിൽ നിന്ന് പുറപ്പെടാൻ കച്ചവട സംഘം തിരിച്ചുപോയി. അബൂ സുഫിയാൻ അബൂജഹലിനോട് പറഞ്ഞു, വേണ്ട, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പറയില്ലല്ലോ, മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കൂട്ടാളികളോട്, അനുയായികളോട് വേണ്ട യുദ്ധം, വേണ്ട, തിരിച്ചു പോന്നോളൂ, യുദ്ധം ചെയ്യണ്ട. അബൂജഹൽ പറഞ്ഞു, ഇല്ല, ഒഴിഞ്ഞു മാറുന്ന പ്രശ്നമില്ല. നിങ്ങൾ ആരെക്കുറിച്ചാണോ പേരെടുത്തു പറഞ്ഞത് അവരുടെ തലയുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരിക. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആഹ്ലാദിക്കുന്ന, ആർമാദിക്കുന്ന ദിവസമാണ് എന്ന് തിരിച്ചങ്ങോട്ട് അബൂജഹൽ മറുപടി കൊടുക്കുകയാണ്. ശരി, ഞാൻ ഇത് പറഞ്ഞെന്തിനാണെന്നറിയോ? അതേസമയം കഅബാലയ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന ഭൂമധ്യരേഖയിൽ, ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ശാസ്ത്രലോകം അല്ലെങ്കിൽ ആ ഭൂമി രേഖയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പഠിച്ച വിദഗ്ധന്മാർ പറയുന്ന കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ പറയുന്ന വാചകമുണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ. ബദറിൽ മുട്ടുകുത്തി നിന്ന് നബി പറയുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ ടീമിനെ നശിപ്പിച്ചു കളഞ്ഞാൽ. അതേസമയം അബൂജഹൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പറയാ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഉൻസുർ, നീ സഹായിക്കണേ റബ്ബേ, അല്ലാഹുവേ നീ സഹായിക്കണേ റബ്ബേ, അഹദൽ ജുൻദൈൻ, രണ്ടു ടീമുകളിൽ ഒന്നിനെ നീ സഹായിക്കണേ അല്ലാ. അബൂജഹൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അബൂജഹൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിനോട്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിനോട്. പിന്നെന്തിനാ യുദ്ധം? പിന്നെ എങ്ങനെയാണ് ബദർ തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? എങ്ങനെ? അവിടെയാണ് ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്ന തൗഹീദ് വ്യതിരക്തമാകുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ ജീവനാകുന്ന, കാതലാകുന്ന തൗഹീദ് വ്യതിരക്തമാകുന്നത്. ആ തൗഹീദ് സന്ദർഭത്തിനനുസരിച്ച് മാറുന്നതല്ല, സമയത്തിനനുസരിച്ച് മാറുന്നതല്ല, കാലത്തിനനുസരിച്ച് മാറുന്നതല്ല. അതാണ് പ്രിയപ്പെട്ടവരെ അമാനി മൗലവി പറഞ്ഞ തൗഹീദ് നമ്മൾ ഇന്നും പറയുന്നത്. അമാനി മൗലവി മറ്റുള്ള തഫ്സീറുകൾ പരിശോധിച്ച് പറഞ്ഞ തൗഹീദ് നമ്മൾ ഇന്നും പറയുന്നത്. കേരളക്കരയിൽ ഉമർ മൗലവി നടത്തിയ ഉജ്ജ്വലമായ തൗഹീദിന്റെ പ്രബോധനം നമ്മൾ ഇന്നും നിർവഹിക്കുന്നത്. KM മൗലവി നടത്തിയ ഉജ്ജ്വലമായ തൗഹീദിന്റെ ദഅവത്ത് നമ്മൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സലാം മൗലവി നടത്തിയ ഉജ്ജ്വലമായ തൗഹീദിന്റെ ദഅവത്ത് നമ്മൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെയ്ദ് മൗലവി രണ്ടത്താണി അള്ളാഹുവിന്റെ വഹദാനിയത്ത് പ്രസംഗിക്കുന്ന വേദിയിലേക്ക് കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ ഒന്ന് മുഖത്തടിച്ച് പല്ല് താഴെ വീണപ്പോ സെയ്ദ് മൗലവി രണ്ടത്താണിയോട് മന്ത്രിസഭയിലെ ഒരു വ്യക്തിത്വം പറഞ്ഞു, നിങ്ങൾ എനിക്കറിയാം, ആരാ നിങ്ങൾ ആക്രമിച്ചത്? പറയൂ. നിങ്ങൾ അക്രമത്തിന് വിധേയരായിരിക്കുന്നു. നിങ്ങളെ ആക്രമിച്ചവരെ ശിക്ഷിക്കാം, ഞാൻ പോലീസിന് വിവരം കൊടുക്കാം, റിപ്പോർട്ട് കൊടുക്കാം. പറയൂ, ആരാണ്? സെയ്ദ് മൗലവി രണ്ടത്താണി കണ്ണീരോടുകൂടി ഏറ് കിട്ടിയതിന്റെ വേദനയിൽ കരഞ്ഞതല്ല, അല്ല, ആക്രമിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞതല്ല, തൗഹീദിന്റെ ആ പ്രഭാഷണം പൂർത്തീകരിക്കാനാവാതെ പോയല്ലോ എന്ന വേദനയുടെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് സെയ്ദ് മൗലവി രണ്ടത്താണി ആ മന്ത്രിസഭയിലെ വ്യക്തിത്വത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി. ഒരേ ഒരു ഉപകാരം. എന്തെന്നറിയുമോ? എന്നെ ആക്രമിച്ചവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, എന്നെ ആക്രമിച്ചവരെ പോലീസിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. സാരമില്ല, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. എന്റെ നേതാവായ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിന്റെ മണ്ണിലേക്ക് അഭയം കിട്ടുമെന്ന് വിചാരിച്ച് ഓടിച്ചെന്നപ്പോ കുട്ടികൾ കയറുകൊണ്ടും കല്ലുകൊണ്ടും വള്ളികൊണ്ടും കയറുകൊണ്ടും വടികൊണ്ടും എറിഞ്ഞ് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് ഒരു മലഞ്ചെരിവിന്റെ തായ്വരയിൽ ഞാൻ വന്നിരിക്കുമ്പോ മലക്ക്
പർവ്വതങ്ങളുടെ ഡ്യൂട്ടിയുള്ള മലക്ക് വന്നിട്ട് ഈ രണ്ട് മലയിടുക്കുകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് തായിഫിലെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന് അനുവാദമുണ്ട്, നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോ എന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞത് അള്ളാഹുവിനോട്, അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എന്റെ ഈ ഖൗമ് വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ജാഹിലിയത്തിൽ ജീവിക്കുന്നവരാണ്, പുറത്തു കൊടുക്കണേ അല്ലാ, അവരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ, അവരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചതാണ് എന്റെ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക. അതുകൊണ്ട് ആ മന്ത്രിസഭയിലെ വ്യക്തിത്വത്തോട് സയ്യിദ് മൗലവി രണ്ടത്താണി പറഞ്ഞു, എന്റെ നേതാവ് ക്ഷമിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്, ഞാൻ ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, അവർക്ക് മാപ്പ് കൊടുക്കുന്നു. പക്ഷേ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. ഇതേ സ്ഥലത്ത് ഇതേ സ്റ്റേജിൽ ഒരു 3 ദിവസം അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ, തൗഹീദ് വെട്ടിത്തുറന്ന് പറയാൻ, ഖുർആൻ എങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാൻ, ഹദീസിൽ എങ്ങനെ വന്നു അങ്ങനെ പറയാൻ നിങ്ങൾ എനിക്ക് പെർമിഷൻ വാങ്ങി തരണം, വേണമെങ്കിൽ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കി തരണം, പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ റെഡി, നിങ്ങൾ 3 ദിവസം തൗഹീദ് പറഞ്ഞോളൂ, അതിനു വേണ്ട എല്ലാ സുരക്ഷിതത്വവും ഞാൻ ഏർപ്പാട് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോ കണ്ണുനീർ പൊടിച്ച സയ്യിദ് മൗലവി രണ്ടത്താണി ചിരിച്ചുകൊണ്ട് അത് മതി എന്ന് അദ്ദേഹത്തോട് പ്രത്യുത്തരം പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നുവെങ്കിൽ ആ തൗഹീദാണ് ഇസ്ലാമിന്റെ ജീവൻ. പറഞ്ഞു കൊടുത്തു അവർക്ക്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അബൂജഹൽ കഅബാലയത്തിന്റെ അടുത്തേക്ക് വന്നു. അള്ളാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ 1ാമത്തെ ഭവനത്തിന്റെ അടുത്തേക്ക് അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ കയറി വന്നു. തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് അവർ വന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഈ സഹോദരങ്ങളെ സഹോദരിമാരെ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത് ഒരുപക്ഷെ അറിയാം, നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലെ തൗഹീദ് മനസ്സിലാക്കാത്ത ആളുകളിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ലോകത്ത് രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞത്, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞത്. ഒന്ന് ഫിർഔനാണ്, അഹങ്കാരം കൊണ്ട് പറഞ്ഞു പോയതാ. ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കെട്ടിടം ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് മൂസ നീ പറയുന്ന റബ്ബിനെ കാണാനില്ലല്ലോ എന്ന് കളിയാക്കിയ ഫിർഔൻ. എന്നിട്ട് പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് അഹങ്കാരം കൊണ്ട്, ഗർവ് കൊണ്ട്, പൊങ്ങച്ചം കൊണ്ട്, അഹന്ത കൊണ്ട് പ്രഖ്യാപിച്ചു. 2 മാനസിക വിഭ്രാന്തിയിൽ സുഖമില്ലാതെ പറഞ്ഞു പോയ ഒരു മനുഷ്യനുണ്ട്. അതാണ് CM എന്ന് പറയുന്ന വ്യക്തിത്വം. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു അനല്ലാ, ഞാനാണ് അല്ലാഹ്. അദ്ദേഹം സുഖമില്ലാതെ പറഞ്ഞതാ. പക്ഷെ നല്ല സുഖമുള്ള ആളുകൾ 2025 ഇത് പ്രസംഗിക്കുന്നു എന്നത് അത്ഭുതവും ആശ്ചര്യവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ 2 തവണകൾ ഈ പ്രഖ്യാപനം നടത്തിയവരുണ്ട്. അത്ര വലിയ ധിക്കാരം അബൂജഹൽ പോലും നടത്തിയിട്ടില്ല. ഇല്ല, അബൂജഹൽ വിളിച്ച തൽബിയത്ത് എന്താണെന്നറിയുമോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ, നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ. ഇല്ലാ ശരീകൻ ഹുവ ലക. ഉമ്മമാരെ ഉപ്പമാരെ, തൗഹീദിന്റെ വ്യത്യാസം വേർതിരിയുന്നത് എവിടെയെന്ന് ശരിക്കും മനസ്സിലാക്കണം. ആദ്യത്തെ 2 വരി ക്ലിയർ ആണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക്. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു ശരീക്കുമില്ല റബ്ബേ. ഇനി അടുത്ത 2 വരി അപകടമാണ്, അതീവ ഗുരുതരമാണ്. ഇന്നും പറയുന്നതാണ്, അന്നും കേട്ടതാണ്, പിന്നീടും കേട്ടതാണ്. ഖുർആൻ അതിനെ എതിർത്തതാണ്. ഇന്നും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക. പങ്കാളിയുണ്ട് നിനക്ക്, ആ പങ്കാളി നിനക്കുള്ള പങ്കാളിയാണ്, നിനക്കുള്ള പങ്കാളിയാണ്. തംലികുഹു വമാ മലക. തംലികുഹു വമാ മലക. അതിന്റെ ആശയം എന്താണ്? നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിന്റെ അധികാരത്തിലാണ്. ഞങ്ങൾ ആരെയൊക്കെ നിനക്ക് ശരീക്കാക്കുന്നുവോ, ഇബ്രാഹിം നബിയെ ഞങ്ങൾ ശരീക്കാക്കുമ്പോ നീ ഇബ്രാഹിം നബിക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ആരെയൊക്കെ നിന്റെ മുമ്പിലേക്ക് ശരീക്ക് ഇടയാളന്മാരാക്കുന്നുവോ അവരിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നത് അവർക്ക് സ്വയം കഴിവുണ്ട്, സമതീയത്തുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. തംലികുഹു വമാ മലക. നീ കൊടുത്ത കഴിവിൽ നിന്ന് നിന്റെ അധീനതയിലുള്ള ഈ ശരീക്കുകൾ,
നിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ശരീക്കുകൾ, നിന്റെ അധികാരത്തിലുള്ള ഈ ശരീക്കുകൾ അവരാരും റബ്ബേ അല്ലാഹുവാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. നിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. നിന്നെ പോലെ എന്ന് ഞങ്ങൾക്ക് വാദമില്ല. മറിച്ച് നീ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അബൂജഹലാണ് പറയുന്നത്, അബൂലഹബാണ് പറയുന്നത്, അങ്ങനെ സഹായിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇതുണ്ടോ? ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒന്ന് ബുഖാരിയും ഒന്ന് മുസ്ലിമുമാണ്. ആ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ തൽബിയത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. വ്യത്യാസം ഒന്ന് എന്താണ്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉംറ ഹജ്ജ് കർമ്മം പോലെ അവർ കർമ്മങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് അവർ നേർച്ച വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. ആര്? അബൂജഹൽ അടക്കമുള്ളവർ. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാന്റെ പേരിൽ നേർച്ച ചെയ്തിട്ടുണ്ട്, വഴിപാടുകളും അർച്ചനകളും നടത്തിയിട്ടുണ്ട്. ഹജ്ജ് എന്ന കർമ്മം പോലെയുള്ള കർമ്മങ്ങൾക്ക് അവർ വന്നിട്ടുണ്ട്. തെൽബിയത്ത് തുറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാനെ മാത്രം ആരാധിക്കുന്ന കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് മത്താഫിലേക്ക് അവർ കയറി വന്നിട്ടുണ്ട്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെന്താ? പിന്നെങ്ങനെ മുശ്രിക്കായത്? പിന്നെങ്ങനെ അബൂജഹൽ ഇസ്ലാമിന്റെ ശത്രുവായത്? പിന്നെങ്ങനെ അബൂലഹബ് അല്ല ശപിച്ച ഒരു വ്യക്തിത്വമായി മാറിയത്? അവിടെയാണ് മർമ്മം കിടക്കുന്നത്. ഇസ്ലാമിന്റെ മർമ്മം അവിടെയാണ് കിടക്കുന്നത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇവരുടെ 3 ന്യായങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴായി നിങ്ങൾ കേട്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൽ അല്ലാഹു പറഞ്ഞു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. ഇസ്ലാമിന്റെ ജീവനാകുന്ന തൗഹീദിൽ നിന്ന് പാവപ്പെട്ട മുസ്ലിം ഉമ്മമാർ, ഉപ്പമാർ, ജേട്ടാനിയന്മാർ, നമ്മുടെ നാട്ടിലെ കൂട്ടുകുടുംബത്തിൽപ്പെട്ടവർ, ബന്ധുമിത്രാദികളിൽപ്പെട്ടവർ തെന്നിപ്പോകുന്ന, പെടച്ചു പോകുന്ന, തെറിച്ചു പോകുന്ന ഒരു വാദമാണ് ഖുർആൻ പറയുന്നത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. വളച്ചൊടിക്കാതെ പറയാം. മമ്പുറം തങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന്, ജാറത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് കരയുന്ന ഉമ്മ പറയുന്നത്, ഈ മമ്പുറം ഖബറിൽ കിടക്കുന്ന, ജാറത്തിൽ കിടക്കുന്ന ഈ മമ്പുറം ഉപ്പാപ്പ പടച്ചവനാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല. അള്ളാഹുവാണ് എന്ന് ഞാൻ പറയുന്നില്ല, റബ്ബാണ് എന്ന് പറയുന്നില്ല. നാട്ടിൽ ജീവിച്ചു പോയ ഒരു മുസ്ലിയാരാണ്, പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, മഹാവ്യക്തിത്വമാണ്. പിന്നെ എന്താ പ്രത്യേകത? നമ്മളെ പോലെയല്ല, അവർ വലിയ ഉയർന്ന ദറജയിലുള്ളവരാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരാണ്. നമ്മൾ ദോഷികളാണ്, നമ്മൾ പാപികളാണ്, നമ്മൾ തെറ്റു ചെയ്തവരാണ്, നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. ഈ കിടക്കുന്ന ആളോ അള്ളാഹുമായി അടുത്തവരാണ്. അതുകൊണ്ട് എന്റെ പ്രശ്നം ഞാൻ ഇവന്റെ മുമ്പിൽ വെക്കുമ്പോ, ഇവരുടെ മുമ്പിൽ വെക്കുമ്പോ, തങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോ, ബീവിയുടെ മുമ്പിൽ വെക്കുമ്പോ, ഈ കബറാളിക്ക് മുമ്പിൽ വെക്കുമ്പോ എന്റെ പ്രശ്നം അള്ളാഹുവിലേക്ക് ഇവർ പറയും. നമ്മൾ ഇവരെ ഇടയാളന്മാരാക്കുന്നു, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ആര് പറഞ്ഞതല്ല? കേരളത്തിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവർ പറഞ്ഞതല്ല, അന്നത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്. ഖുർആൻ നമ്മളോട് പറയുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഒരു അടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ശരിയാണോ? ഈ വാദം നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? ഈ വാദം നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? നമ്മുടെ വല്യമ്മ പറയുന്നുണ്ടോ, മോനെ ഷിഹാബേ എനിക്ക് എത്ര വയസ്സായടാ? ഇത്ര വയസ്സായി. എടാ എനിക്ക് ഇത്ര വയസ്സായി. എൻ്റെ ഉപ്പ ദർസിലോദിയ ഒപ്പേണ്. എൻ്റെ വല്യപ്പ ദർസിലോദിയ ഉസ്താദായിരുന്നു. അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നത് നമ്മളൊക്കെ ദോഷികളും പാപികളും തെറ്റിയവരുമാണ്, ഇവരൊക്കെ വലിയ മഹാരഥന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ ചെന്നു നിൽക്കുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. എപ്പോഴും കേൾക്കുന്ന വാചകമാണ്. എന്നാൽ ഈ പെരിന്തൽമണ്ണയിലെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ആയത്തെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ബന്ധുമിത്രാദികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവർ എത്രത്തോളം തെന്നിയാണ് സഞ്ചരിക്കുന്നത്. CM എന്ന് പറയുന്ന പാവപ്പെട്ട മാനസിക അസ്വസ്ഥതയോടുകൂടി ജീവിച്ച് മരിച്ച അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ മനുഷ്യൻ അറിയുന്നില്ല. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ദുനിയാവ് തരാൻ ഞങ്ങൾക്ക് CM മതി, ആഖിറവും തരാൻ ഞങ്ങൾക്ക് CM മതി. നഊദു ബില്ലാഹ്.
എന്താ പറയുന്നത്? ദുനിയാവ് തരാൻ ഞങ്ങൾക്ക് CM മതി, ആഖിറവും തരാൻ ഞങ്ങൾക്ക് CM മതി. പാവപ്പെട്ട മാനസിക അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യൻ ജീവിച്ച് നല്ല ഉസ്താദായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, പക്ഷെ മനോനില തെറ്റിപ്പോയി അല്ലേ? കഴുത്തിൽ സ്വർണത്തിന്റെ മാല ഉപയോഗിച്ചിരുന്നു. റമദാനിൽ എല്ലാവരും കാണെ ചായ കുടിക്കും, വെള്ളം കുടിക്കും, സിഗരറ്റ് വലിക്കും. പാവപ്പെട്ട മനസ്സ് തെറ്റിപ്പോയ ഒരു പാവപ്പെട്ട രോഗിയായിരുന്നു ആര്? CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയും കൊണ്ടുപോവാതെയും പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നു, നമുക്ക് ദുനിയാവിൽ ഖൈർ തരാൻ ഈ കിടക്കുന്ന CM മതി, നമുക്ക് ആഖിറത്തിൽ ഖൈർ തരാൻ ഈ കിടക്കുന്ന CM മതി. ചോദിക്കൂ CM-നോട് എന്ന് പാവപ്പെട്ട ഉമ്മത്തിനെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാതെ റബ്ബിൽ നിന്ന് അകറ്റി ഈ പാവപ്പെട്ട മരിച്ചുപോയ മനുഷ്യനോട് ദുആ ചെയ്യാൻ പറയുന്ന ഏറ്റവും ഉയർന്ന നിലവാരമുണ്ട് എന്ന് ആളുകൾ കരുതുന്ന പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പറയുന്നത് CM പടച്ചവനാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു വലിയ ടീം. എന്നാൽ ചില ആളുകൾ ഉയർത്തി ആ ദറജയിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. എന്നാൽ അവർ പറയുന്ന വാദമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാനാണ്. ബദരീങ്ങളെ വിളിക്കുന്നത് അതിനാണ്, ഉഹദീങ്ങളെ വിളിക്കുന്നത് അതിനാണ്, കേരളത്തിലെ ഒട്ടുമിക്ക ജാറങ്ങളിൽ കിടക്കുന്നവരെയും വിളിക്കുന്നത് അതിനാണ്. ഒന്നാമത്തെ വാദം അതാണ്. 2, ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. ശരിക്കും മനസ്സിലാക്കാൻ കേട്ടോ, ഞാൻ കുറച്ച് ഒച്ചയടഞ്ഞ് ശാരീരിക പ്രയാസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? എനിക്ക് വളരെ സൗണ്ടൊക്കെ കുറവായിട്ട് തോന്നുകയാണ്, എൻ്റെ പ്രകൃതം അങ്ങനെ ആയതുകൊണ്ടാണ്. ശരി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുക, ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ ചെയ്യും എന്നാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. ഏറ്റവും വലിയ തങ്ങളാര ലോകത്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം കണ്ട അഷ്റഫുൽ ഖൽഖാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ 8 വാതിലിൽ ഇഷ്ടമുള്ള വാതിലിൽ മുട്ടി വിളിക്കാൻ അധികാരമുള്ളതാർക്ക? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും ഒഴിഞ്ഞു മാറുമ്പോ കുബ്രയായ ശഫാഅത്ത് നാളെ പരലോകത്ത് നടത്തുന്നതാരാ? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ വീണിട്ട് അള്ളാഹുവിനോട് പറയും, ഒന്ന് ഹിസാബ് തുടങ്ങാൻ, വിചാരണ തുടങ്ങാൻ. അത് പറഞ്ഞ് സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹു തആല മുത്തുനബിയോട് പറയും, എന്ത്? യാ മുഹമ്മദ്, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിളിക്കും. എന്നിട്ട് പറയും, ഇർഫഅ റഅസക്, തല ഉയർത്തു മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നബിയോട് പറയാ, തല ഉയർത്തു, ചോദിക്ക് എന്താണ് വേണ്ടത്. അപ്പൊ അള്ളാന്റെ പ്രവാചകൻ പറയും, ഒന്ന് വിചാരണ തുടങ്ങണം അല്ലാഹുവേ. നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച്, മുട്ടുകാല് വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച്, ഊര വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച്, നെഞ്ചിടം വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച്, കടുത്തുവരെ വിയർപ്പിൽ മുങ്ങി, ബാലൻസ് തെറ്റി നടക്കാൻ പറ്റാതെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച്, അങ്ങനെ അസ്വസ്ഥരായി വിയർത്ത് കുളിച്ച് ചൂടേറിയ ആ കോടതിയിൽ നിൽക്കുന്ന മനുഷ്യരെ കണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പറയാ, ഹിസാബ് തുടങ്ങണം അല്ലാഹുവേ, വിചാരണ തുടങ്ങണം അല്ലാഹുവേ. അല്ലാഹു തആല മുത്തുനബിയുടെ ഏറ്റവും വലിയ ആ ശഫാഅത്ത്, കുബ്രയായ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുന്ന ഒരു സംവിധാനം പരലോകത്തുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. ഇനി 2, മുത്തുനബി നടത്തുന്ന മറ്റൊരു ശഫാഅത്ത് അതാ. മുത്തുനബി നടത്തുന്ന മറ്റൊരു ശഫാഅത്ത് ഏതാ? ലിമൻ, ആർക്കു വേണ്ടിയാണ് ആ ശഫാഅത്ത്? അടിവരയിട്ട് പറഞ്ഞു, തൗഹീദാകുന്ന ഇസ്ലാമിന്റെ ജീവൻ കാത്തു സൂക്ഷിച്ച, ശിർക്കിലേക്ക് പോകാതെ മുവഹിദായി ജീവിച്ച തൗഹീദുള്ളവർക്ക് വേണ്ടിയാണ് ശഫാഅത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഒരാൾ മരിച്ചാൽ. എങ്ങനെ? അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഒരാൾ മരിച്ചാൽ, ഒരു ഏലസ് കെട്ടി മരിക്കാതെ, ഒരു നൂലൂതി കെട്ടിയത് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച് കൈത്തണ്ടയിലോ ശരീരത്തിലോ ബന്ധിപ്പിക്കാതെ, ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരു പിഞ്ഞാണത്തിൽ എഴുതി കലക്കി കുടിച്ചാൽ എന്റെ പ്രശ്നം മാറുമെന്ന് വിശ്വസിക്കാതെ, ഏതെങ്കിലും ജ്യോത്സ്യനെയോ സിദ്ധനെയോ ബീവിയെയോ ഹോജയെയോ പോയി തേടി
അവർ പറയുന്ന ചെപ്പടി വിദ്യകളിൽപ്പെട്ട് അള്ളാഹുവിനെ മറന്ന് ശിർക്കിലകപ്പെട്ട് സിഹ്റിലും മാരണത്തിലും അകപ്പെട്ട് അതേ ആ ഇസ്മിന്റെ പണികളിൽ ഏർപ്പെട്ട് മരിച്ചു പോകാതെ ശിർക്കിന്റെ ഒരംശവും ജീവിതത്തിൽ വരാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ വല്ലാഹി അള്ളാഹുവാണ് സത്യമെന്ന തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ച ഒരാൾക്ക് നേർച്ച വഴിപാടുകൾ ദീനിലുണ്ട് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് ചെയ്ത് അവിടെയും തൗഹീദ് കാത്തു സൂക്ഷിച്ചവൻ ഏതെങ്കിലും ഖബറിലുള്ളവന്റെ തഖർറുബ് പ്രതീക്ഷിച്ച് ലിമൻ ഫിൽ ഖബരി ഖബറിലുള്ളവന്റെ തഖർറുബ് പ്രതീക്ഷിച്ച് നേർച്ചയോ വഴിപാടുകളോ ആടിനെ ആ ജാറത്തിലേക്ക് നേർച്ചയാക്കി, ഒരു പോത്തിനെ ഈ മുഹ്ദി ഷെയ്ഖിന്റെ പേരിൽ നേർച്ചയാക്കി, ഒരു കാളയെ ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കി, അള്ളാഹുവിന്റെ പേരിലല്ലാതെ നേർച്ചയാക്കാതെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കാതെ ഖബറിലുള്ളവന്റെ തഖർറുബ് പ്രതീക്ഷിച്ച് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാതെ അങ്ങനെ ലിമൻ ഫിൽ ഖബരി ഖബറിലുള്ളവന്റെ തഖർറുബ് പ്രതീക്ഷിച്ച് നേർച്ചയാക്കിയാൽ ബത്വല അവന്റെ നേർച്ച ബാത്തിലാണ് എന്ന് പണ്ഡിത ലോകം പഠിപ്പിച്ച ഒരു ശിർക്കും ജീവിതത്തിൽ വരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉന്നതമായ തൗഹീദിന്റെ കലിമത്ത് ജീവിതത്തിന്റെ അസകലം കാത്തു സൂക്ഷിച്ച് ഒരു മുവഹിദായി ജീവിച്ചു മരിച്ചാൽ മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ ശിർക്ക് ജീവിതത്തിൽ വരാതെ കാത്തു സൂക്ഷിച്ചു മരിച്ചാൽ തങ്ങളായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നാളെ പരലോകത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കളവ് പറയാത്ത തിരുനബിയുടെ തിരുനാവ് കൊണ്ട് ലോക മുസ്ലിങ്ങളെ അറിയിച്ചതാണ്. അള്ളാഹു നമുക്ക് ആ ശഫാഅത്ത് മുത്തുനബിയുടെ നൽകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് അള്ളാഹ് വെച്ച കണ്ടീഷൻ എന്താണ്? തൗഹീദ് കറകളഞ്ഞതാവണം. എത്ര പറഞ്ഞാലും ആളുകൾക്ക് ഈ ഭൗതികം മനസ്സിലാവണില്ല. അപ്പോഴും തിരിച്ചു ചോദിക്കുകയാണ്. സാധാരണ പണ്ഡിതന്മാർ ചോദിക്കുക, ഉസ്താദ്മാർ ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ ഡോക്ടറോട് സഹായം ചോദിക്കണില്ലേ? 21-ാം നൂറ്റാണ്ടിൽ 2025 ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ ഡോക്ടറോട് സഹായം ചോദിക്കണില്ലേ? ഉണ്ടോ ആരെങ്കിലും ലോകത്ത് ഡോക്ടറോട് അള്ളാഹുവിനോട് എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ ഒരു സഹായം ചോദിക്കണ്ടോ? എന്താ ഒരു ഈ സദസ്സിൽ ഡോക്ടർമാരുണ്ടാവില്ലേ, എൻ്റെ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? പെട്ടെന്ന് സ്കാൻ ചെയ്യണം, പെട്ടെന്ന് അതിന് വേണ്ട ചികിത്സ നടത്തണം, സർജറി വേണമെങ്കിൽ പെട്ടെന്ന് സ്പീഡാക്കണം, ട്രീറ്റ്മെന്റ് വേഗത്തിലാക്കണം, ഒന്ന് പ്രത്യേകം കെയർ ചെയ്യണം. ഇതിൻ്റെ അപ്പുറം എന്താണ് ആ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നത്? ഇതിൻ്റെ അപ്പുറം എന്താണ് ആ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നത്? എന്നിട്ട് മരിച്ചു രോഗി ആരെങ്കിലും ഡോക്ടറെ പറയാറുണ്ടോ? കയ്യബദ്ധം സംഭവിച്ചാലൊക്കെ പറയാറുണ്ട്, അത് വേറെ, അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അതല്ലാതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതർത്ഥത്തിലാണ് കുറ്റപ്പെടുത്താറുള്ളത്? ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. അള്ളാഹുവിൻ്റെ വിധി എൻ്റെ ഉപ്പയെ ഇനി അള്ളാഹു തിരിച്ചു വിളിക്കാനാണ്. നമ്മൾ ദുഃഖമുണ്ട്, വിഷമമുണ്ട്, പ്രയാസമുണ്ട്, നമ്മൾ ആശ്വസിക്കുകയല്ലാതെ മറ്റെന്തു മാർഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്? അല്ലേ? അപ്പ ചോദിക്കുന്നു, നിങ്ങൾ മുഹമ്മദിനോട് 50 രൂപ കൊണ്ടാന്ന് പറയാറില്ലേ? ഈ സഹായമാണോ സത്യത്തിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ്റെ വീട്ടിൽ തെങ്ങിൽ കയറാൻ ഞാൻ കൃഷ്ണേട്ടനെ വിളിക്കാറുണ്ട്, മുഹമ്മദിനെ വിളിക്കാറുണ്ട്. ഇവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുഹമ്മദിനെ കിട്ടിയിട്ടില്ലെങ്കിൽ കൃഷ്ണേട്ടനക്ക് ഫോൺ ചെയ്യും, കൃഷ്ണേട്ടൻ വരും. കൃഷ്ണേട്ടനെ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കും. ഇവർ രണ്ടാളും മരിച്ചു, തെങ്ങിൽ കയറാൻ ആരെയും കിട്ടുന്നില്ല. അപ്പം ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, കൃഷ്ണേട്ടാ നിങ്ങൾ മരിച്ചുപോയി, മുഹമ്മദെ എങ്ങളും മരിച്ചുപോയി, ഇപ്പം തെങ്ങുമ കയറാൻ ആരെയും കിട്ടണില്ല, ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞാലോ? ഇത് രണ്ടും വ്യത്യാസമല്ല എന്ന് പറയാൻ വലിയ കോമൺ സെൻസ് ആണോ? ഇതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പ്രബോധകൻ, പ്രായമുള്ള ഒരു പ്രബോധകൻ പറഞ്ഞതാ, ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്ത് മുഹ്ദി ഷെയ്ഖിനെ നിങ്ങൾ വിളിക്കരുത്, വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ സ്റ്റേജ് കയ്യേറിയിട്ട് അവിടെ പരിപാടി അലങ്കോലായി. പോലീസ് വന്നു. ഇവരെ കൂട്ടത്തിൽ നിന്ന് 4 ആൾ, ഈ പ്രസംഗം നടത്തിയ സെലഫികളുടെ കൂട്ടത്തിൽ നിന്ന് 4 ആൾ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക. എന്താ നിങ്ങളെ തർക്കമെന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടിയിൽ തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്താ പ്രശ്നം ഉണ്ടാവാൻ വലിയ മുഹ്ദി ഷെയ്ഖിനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ SI മുസ്ലിം ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ പ്രശ്നം എന്താ? ഞങ്ങൾ വിളിക്കാൻ പാടില്ല, ഒലി വിളിക്കണം, അങ്ങോട്ട് വിളിക്ക്, സ്റ്റേഷനിലേക്ക് വിളിക്ക്, മൂപ്പരോടൊന്ന് ചോദിക്കുക, തീരുമാനാക്കാറുണ്ട്. ഇങ്ങോട്ട് വിളിക്ക്. ആ മൊയ്തീനെ എവിടെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. അയാൾക്ക് എന്ത് മുഹ്ദി ഷെയ്ഖ് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളാളുകൾ മിണ്ടാകുന്നു, ഇപ്പോൾ എന്താ പറയണ നോക്കട്ടെ. ആ പോലും പറഞ്ഞു, മരിച്ച ആളാണ്. മരിച്ചാൽ എങ്ങനെ വരിക? പിന്നെ
ഇതൊരു സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമല്ലേ? ഇതിനാ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മളൊരു പ്രായമുള്ള ഒരു പണ്ഡിതൻ ഇത് പറയുമ്പോൾ അതിൽ കുറെ ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരമുണ്ട്. ഇത് പറയുമ്പോൾ അല്ലാഹു തആല നമ്മളോട് പറയാണ്, മരിച്ചുപോയ ഒരാളോട് നിങ്ങൾക്ക് വിളിക്കാം, പ്രാർത്ഥിക്കാം, തേടാം എന്ന് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ നമുക്കവിടെ യുക്തിയും വേറെ ആരുടെ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല, പറ്റില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞത്. പ്രാർത്ഥനയുടെ ഒരു ചെറിയ വശം പോലും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. എത്ര ഉദാഹരണമാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 1-2 ഉപമകൾ നിങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാകുന്ന 1-2 ഉപമകൾ പറയാം. എല്ലാവർക്കും അറിയാം, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അവനുള്ളതാണ്. അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം? ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ ദുആ അവനുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവന് പുറമെയുള്ളവരോട് ദുആ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ആരോട് അവർ പ്രാർത്ഥിക്കുന്നത്, ആരോട് അവർ ദുആ ചെയ്യുന്നത്? ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു ഉത്തരവും കൊടുക്കാൻ പറ്റാത്തവരോട്. ഇത് ഖുർആനിൽ പച്ചക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹ്. ഒരു ഉത്തരവും ചെയ്യാൻ പറ്റാത്തവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇത് അല്ലാഹ് ഉപമിക്കുന്ന കേട്ടോളൂ. ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ് ഇവന്റെ ഉപമ. പെരിന്തൽമണ്ണയിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളോട് പുരുഷന്മാരോട് നിങ്ങൾ ഈ ഉപമ പറഞ്ഞു കൊടുക്കൂ. ഖുർആനിന്റെ ആയത്താണ്. കിണറിൽ വെള്ളമുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. കിണറിന്റെ വെള്ളം 10 മീറ്റർ താഴെയാണ്. കുളത്തിൽ വെള്ളമുണ്ട്, 10 മീറ്റർ താഴെയാണ്. ഇറങ്ങാൻ വഴിയില്ല, കോരാൻ ബക്കറ്റോ കയറോ ഇല്ല, മോട്ടോർ സംവിധാനമില്ല. കിണറിന്റെ അടിയിൽ വെള്ളമുണ്ട്. അവിടെ ചെന്ന് കൈ ഇങ്ങനെ വെള്ളത്തിലേക്ക് നീട്ടിയാൽ വെള്ളം നിന്റെ വായിലെത്തുമോ? ആരാ ചോദിക്കുന്നത്? ഷിയാബടക്കര ചോദിച്ചതാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാർ ചോദിച്ചതാണോ? ഖുർആൻ ചോദിക്കാണ്, ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. എന്തിനാണ് അവൻ കൈ നീട്ടിയത്? അല്ലാഹ് തന്നെ പറയാണ്, ലിയബ്ലുഗ ഫാ, വായിലേക്ക് വെള്ളമെത്താനാണ് കൈ നീട്ടിയത്. വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. ഇത് ഖുർആനാണ് ഈ പറയും. ഇതിലാറെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇനി അള്ളാഹു ഈ മനുഷ്യ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക, അവന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കുക? ഇവൻ വെള്ളത്തിലേക്ക് കൈനീട്ടിയത് ലിയബ്ലുഗ ഫാ, വായിലേക്ക് വെള്ളമെത്താനാണ്. വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. എന്നിട്ട് അള്ളാഹ് അവിടെ ആയത്ത് നിർത്തുമ്പോൾ എന്താ പറഞ്ഞത്? വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, സത്യത്തെ നിഷേധിക്കുന്നവരുടെ ദുആ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. ഇതുപോലെയാണ് റബ്ബല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവരുടെ അവസ്ഥ. അവർ നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചു തന്നാൽ തന്നെ ഉത്തരം തരികയില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചു തന്നാൽ തന്നെ, കേട്ടോ, വലൗ സമിഉ, വാദത്തിന് വേണ്ടി സമ്മതിച്ചു തന്നാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. എത്ര ക്ലിയർ ആയിട്ട് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇതിലാരെങ്ങനെ ഇനി മനസ്സിലാക്കി തരിക? അള്ളാഹു അർ-റഹ്മാനായ റബ്ബ്, അള്ളാഹ് ഒരൊറ്റ സെന്റൻസ് പറഞ്ഞാൽ പോരെ ഖുർആനിൽ, നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കണം, വേറെ ഒരാളോടും പ്രാർത്ഥിക്കരുത്, എൻ്റെ പേരിൽ മാത്രം നേർച്ച, എൻ്റെ പേരിൽ മാത്രം വഴിപാട്, എൻ്റെ പേരിൽ മാത്രം സത്യം. ഒരൊറ്റ സെന്റൻസ് കൊണ്ട് അവസാനിപ്പിച്ചൂടെ? അർ-റഹ്മാനായ റഹീമായ വദൂദായ റബ്ബ്. ആവർത്തിച്ച് മനുഷ്യൻ നരകത്തിലേക്ക് പോകരുത്. കേട്ട് പഠിക്കട്ടെ, അറിഞ്ഞു മനസ്സിലാക്കട്ടെ, വീണ്ടും വീണ്ടും വിശദീകരിച്ച് പഠിക്കട്ടെ. ആ റഹ്മാനായ കാരുണ്യവാനായ റബ്ബിന്റെ കരുണ കൊണ്ട് മനുഷ്യർക്ക് വീണ്ടും വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. സത്യല്ലേ? ഇനി അടുത്ത ഉപമ കേട്ടോളൂ നിങ്ങൾ. അതിലും സിമ്പിൾ ആയിട്ട് അള്ളാഹു പറയാ, യാ യുഹന്നാസ്, ഓ മനുഷ്യരെ. എത്ര ക്ലിയർ ആയിട്ട് അള്ളാഹു പറയുന്നത്, യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മതലുൻ, ഒരു ഉപമ പറഞ്ഞു തരാം. ഫസ്തമിഉ ലഹു, കേൾക്കാതെ പോകല്ലേ, ശ്രദ്ധിച്ചു കേൾക്കണേ. അല്ല പറയാ, എന്താ കേട്ടിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് നഷ്ടം? കേട്ടിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്ത് നഷ്ടം? നരകത്തിൽ സ്ഥലമില്ലാത്ത പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അല്ല പറയാ, ഒരു ഉപമ പറഞ്ഞു തരാം. ഫസ്തമിഉ ലഹു,
കണ്ടോ, മനുഷ്യൻ മനുഷ്യനോട് വിനീതപ്പെട്ട് പറയുന്നത് പോലെ ലോകത്തിന്റെ രക്ഷിതാവും മനുഷ്യന്റെ സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും അള്ളാഹു പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കണേ. ഉപമ എന്താ ഉപമ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്ന മനുഷ്യരുടെ അവസ്ഥ അള്ളാഹു വിശദീകരിച്ചു തരുകയാണ്. ലൻ യഖ്ലുഖു ദുബാബ, അവരൊരു ഈച്ചയെ പോലും, ആരോടാണോ മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? മുദി ഷെയ്ഖിനോടാണോ? മമ്പറന്തങ്ങളോടാണോ? ഭീമ ഉമ്മാച്ചയോടാണോ? കടുവാപ്പള്ളിയിലെ ഷെയ്ഖിനോടാണോ? കുഞ്ഞിപ്പള്ളിയിൽ കിടക്കുന്ന മനുഷ്യനോടാണോ? ആണോ? അങ്ങ് അരട്ടക്ക പള്ളിയിലെ ഷെയ്ഖിനോടാണോ? അങ്ങ് കോഴിക്കോടിൽ അപ്പവാണിബ നേർച്ച നടക്കുന്ന പള്ളിയിലെ ഷെയ്ഖിനോടാണോ? ആരോടാകട്ടെ, ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ മനുഷ്യർ ലോകത്തറിയപ്പെടുന്നവരുണ്ടോ അവരാരും ലൻ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെപ്പോലും അവരാരും സൃഷ്ടിച്ചിട്ടില്ല. അല്ല പഠിപ്പിച്ചു തരിക, പാവപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ല പറഞ്ഞു തരിക. സൃഷ്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വലവിജ്തമഉ ലഹു, അവരെല്ലാവരും കൂടി അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല. ഇനി കേട്ടോളൂ, അള്ളാഹു അതിന്റെ ഗൗരവം പറഞ്ഞു തരുന്നത്, വ ഇൻ യസ്ലുബുഹുമുദ്ദുബാബു, ഈച്ച തട്ടിക്കൊണ്ടുപോയാൽ ഷൈഅൻ, വല്ലതും, ഒരു ഈച്ച അതിന്റെ കാലിൽ നിങ്ങളുടെ പഞ്ചസാര പാത്രത്തിൽ നിന്ന് ഒരു മണി പഞ്ചസാര തരി അതിന്റെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നു പോയാൽ, നിങ്ങളുടെ ധാന്യപാത്രത്തിൽ നിന്ന് ഒരു ചെറിയ തരി അതിന്റെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നു പോയാൽ, അള്ളാഹു പറയാ, ലാ യസ്തൻകിദൂഹു മിൻഹു, ആ ഈച്ചയിൽ നിന്ന് അത് രക്ഷപ്പെടുത്തി തരാൻ പോലും അവർക്ക് കഴിയില്ല. ആരോടാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഓൽക്ക് കഴിയില്ല. ഇതിലാറെ നീ ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും എങ്ങനെ പറഞ്ഞു തരിക? ലാ യസ്തൻകിദൂഹു മിൻഹു ലഅഫത്വാലിബു വൽ മത്ലൂബ്, പോയവനും പോയപ്പെട്ടവനും തേടിയവനും തേടപ്പെട്ടവനും, ആരോട് ദുആ ചെയ്തോ ദുആ ചെയ്തവനും ദുആ ചെയ്യപ്പെട്ടവനും, ഇവരൊക്കെ ഈ വിഷയത്തിൽ ദുർബലരാണ്, അശക്തരാണ്, കഴിവില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് തേടേണ്ടത്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത്. നേർച്ചയുണ്ട്, ആ നേർച്ച റബ്ബിന്റെ കൂലി ആഗ്രഹിച്ചാണ് നടത്തേണ്ടത്. എത്ര ക്ലിയറായിട്ട് മനസ്സിലാകുന്ന വിധത്തിലാണ് അള്ളാഹു ഈ ഉപമ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ടും എന്താണ് മനുഷ്യരിങ്ങനെ? എന്നിട്ടെന്താ മനുഷ്യർക്ക് മനസ്സിലാവാത്തത്? എട്ടുകാലി അത് ഉണ്ടാക്കുന്ന വീട്, അത് വിചാരിക്കുന്നു നമ്മൾ ഉണ്ടാക്കിയൊരു കോൺക്രീറ്റ് വീട് പോലെ ബലവത്തായൊരു വീടാണ്. എട്ടുകാലി വിചാരിക്കാൻ, ഞാൻ വലിയൊരു സംഭവം ഉണ്ടാക്കി, കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ആ എട്ടുകാലിയുടെ വല അറിയുമല്ലോ, അത് ഉണ്ടാക്കി തീർത്തിട്ട് അതിന് നടുക്കിങ്ങനെ സീറ്റ് ഉറപ്പിച്ച് വരട്ടെ, ഇര വരട്ടെ കാത്തിരിക്കുകയാണ്. എട്ടുകാലിയുടെ വിചാരം വലിയ ഭദ്രമായൊരു കോട്ട പടുത് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണെന്ന. ഒരു കുട്ടി പോയി ഒരു ഓല, ചെറിയൊരു ഓലത്തുമ്പെടുത്ത് വന്ന് തട്ടിയാൽ അതിൻ്റെ വീടങ്ങ് പൊളിഞ്ഞു പോകും. അതുപോലെയാണ് തൗഹീദില്ലാത്തവൻ ദിക്ർ ചൊല്ലി 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 പടുത്തുയർത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലി തീർത്തിട്ടുണ്ട്. സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ടുണ്ട്. ചൊല്ലണം എല്ലാവരും. അല്ലാഹു തആല മുത്തുനബിയുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മലായിക്കത്തുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അല്ലാഹുവിന്റെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ, സലാം പറയണേ. അല്ലാഹു മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വർദ്ധിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പക്ഷേ ഈ ഉപമ എന്തിനാ ഇതോടെ പറഞ്ഞത്? അപ്പൊ എത്ര നിസ്സാരമാണ്. എങ്ങനെ അമല് ധാരാളം ചെയ്തു, രാത്രി എണീറ്റ് നിസ്കരിച്ചു, എപ്പോഴും ഒളിവിലാണ്, ദിക്റിന്റെ ആ തസ്ബീഹിന്റെ മാല നമ്മുടെ ഉമ്മ കയ്യിൽ നിന്ന് വെക്കുന്നില്ല. എന്നിട്ട് ഉമ്മ വിളിക്കുന്നു റബ്ബല്ലാത്ത ആളുകളോട്, നബിയെ പറഞ്ഞു കൊടുക്കുക, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. സമയം അവസാനിക്കുക, നമുക്കെല്ലാവർക്കും ഒപ്പം പിരിയാം. സുഹൃത്തുക്കളെ, നമ്മുടെ ഉമ്മ, ഞാൻ ഉറപ്പിച്ച് പറയാ, ഇതിൽ ഒളിപ്പിച്ചു വെക്കാനും മറച്ചു വെക്കാനൊന്നുമില്ല. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മൾ, നമ്മുടെ വീട്ടിലെ ഒരാൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, പ്രായപൂർത്തിയെത്തിയ നമ്മുടെ മോൻ, നമ്മുടെ മോൾ, ലോകരക്ഷിതാവായ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഒരൊറ്റ തവണ അല്ലാഹുവല്ലാത്തവരോട് ആത്മാർത്ഥമായൊരു ദുആ നടത്തിക്കഴിഞ്ഞാൽ അവൻ ശിർക്കിലാണ്. അവൻ അതുവരെ ചെയ്ത മുഴുവൻ സ്വലാത്തും പൊളിഞ്ഞ് തകർന്നു വീണു. അവൻ ഇതുവരെ ചെയ്ത എല്ലാ ദിക്റുകളും തകർന്നു വീണു. ഇവൻ ഇതുവരെ ചെയ്ത മുഴുവൻ നമസ്കാരങ്ങളും ബാത്തിലായി.
നബിയോട് പോലും അല്ലാഹു പറഞ്ഞു, ലഇൻ അശ്റക്ത, നബിയേ താങ്കളാണ് ശിർക്ക് വെച്ചതെങ്കിൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും നബിയേ, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടകാരികളുടെ കൂട്ടത്തിൽ മുത്തി നബിയേ നിങ്ങൾ പെട്ടുപോകും. അല്ലാഹു പറഞ്ഞതാ. വിട്ടുവീഴ്ച ചെയ്തു അല്ലാഹു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യോ? ഇല്ല. എന്നിട്ടും എന്തിനാ അല്ലാഹു തആല ഇത്ര ഗൗരവമായി ഈ വിഷയം പറഞ്ഞത്? അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എന്ന് വേണമെങ്കിൽ പറയാം, നിരീശ്വരവാദികൾ അപൂർവത്തിൽ അപൂർവമാണ്. ലോക ജനസംഖ്യ നോക്കുമ്പോൾ ദൈവവിശ്വാസികളാണ് കൂടുതൽ. ലോകത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. ഇതൊക്കെ സംവിധാനിച്ചത് റബ്ബാണ്. പക്ഷേ ലോകത്തിലുള്ള മഹാഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ആരാധനക്കർഹനായി അവൻ മാത്രമേ ഉള്ളൂ. അത് പലരും തെന്നിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാൾ മരിക്കുമ്പോൾ ഒരു പണ്ഡിതനോട് ഒരാൾ സംശയം ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ട്, കാർ അപകടത്തിൽപ്പെട്ട്, റോഡ് അപകടത്തിൽപ്പെട്ട് ഞാൻ റോഡിൽ വീണ് എൻ്റെ തല എഡ്ജിലടിച്ച് രക്തമൊലിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ മരിക്കുകയാണ് എന്ന്. അപ്പൊ ഞാൻ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചാൽ എൻ്റെ അവസ്ഥ എന്താണ് എന്നൊരു മുഖാമുഖത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വലിയൊരു ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദ് കുപ്പായൊക്കെ അങ്ങനെ നേരെയാക്കി മൈക്കിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ വിളിയാണ് ശരി, അത് തന്നെയാണ് വിളിക്കേണ്ടത്. എവിടെയാണ് ഈ ഉസ്താദന്മാരും പണ്ഡിതന്മാരും നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാണുണ്ടോ? ഞാൻ റോഡിൽ വീണ് എൻ്റെ തലയടിച്ച് ഞാൻ മരിക്കുകയാണെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പം ഞാൻ വിളിച്ചു, ബദിരിങ്ങളെ രക്ഷിക്കണേന്ന്. എൻ്റെ അവസ്ഥ എന്താണ്? ഉസ്താദിന്റെ മറുപടി, അതാണ് കറക്റ്റ് വിളി, അങ്ങനെയാണ് വിളിക്കേണ്ടത്. അങ്ങനെ വിളിച്ചാൽ ബദരീങ്ങളുടെ കറാമത്ത് കൊണ്ട് അള്ളാഹു നിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിച്ചിട്ടേ മരിപ്പിക്കൂന്ന്. ഇത് എവിടുത്തെ ഇസ്ലാമാ? ഇത് എവിടുന്ന് കിട്ടിയതാ? ഒരു സഹാബി ഒരു രോഗി എങ്ങനെ കാണാൻ പോകുമ്പോൾ ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരല്ലട്ടോ അള്ളാഹു സുഖപ്പെടുത്തും. ക്യാൻസർ രോഗി നാളെ മരിക്കും തോന്നുന്ന രോഗിയുടെ അടുത്ത് പോയാൽ നമ്മൾ എന്താ പറയേണ്ടത്? സാരല്ല, അള്ളാഹു സുഖപ്പെടുത്തും, അള്ളാഹു സുഖപ്പെടുത്തുമാറാകട്ടെ, പ്രാർത്ഥിക്കണം നമ്മൾ, അല്ലേ? അതാ വേണ്ടത്. അങ്ങനെ സഹാബി പറഞ്ഞിങ്ങനെ തടവുമ്പോൾ ഒരു നൂല് കയ്യിൽ തടഞ്ഞു. അപ്പൊ സഹാബി ചോദിച്ചു, മഹാദ, ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അസുഖത്തിന് കെട്ടിയതാണ്, മന്ത്രിച്ച് കെട്ടിയതാണ്. സഹാബി ഉടനെ പറഞ്ഞു, ഇത് കെട്ടിയവനായി നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കുകയില്ല. ഉണ്ടോ ഇല്ലേ? ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലേ? ഇതെന്താ മുസ്ലിം ഉമ്മത്തിന് ഇത് മനസ്സിലാവാത്തത്? നബിയുടെ മുന്നിലേക്ക് 10 ആള് വന്ന് 9 ആള് കൈ നബി ഇങ്ങനെ പിടിച്ചിട്ട് ബയ്യത്ത് ചെയ്തു. ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു, നബിയെ ഞങ്ങൾ 10 ആള് വന്നിട്ട് 9 ആളെ കൈ പിടിച്ച് നിങ്ങൾ ബയ്യത്ത് ചെയ്തു, ഒരാൾക്ക് എന്താ നിങ്ങൾ ബയ്യത്ത് കൊടുക്കാത്തത് നബിയെ? നബി പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടില്ല, പറയണ നിങ്ങൾ ശരിയാണ്. ഞാൻ 9 ആളുമായി ബയ്യത്ത് ചെയ്തു, വതറക്തു ഹാദാ, ഒരാളെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം ഫഇന്ന അലൈഹി തമീമ, നോക്ക് ഓന്റെ ശരീരത്തിൽ ഏലസ് ഉണ്ട്. ആരാ പറയണത്? ആരാ കൂട്ടരെ പറയണത്? ആരാ? നിങ്ങളുടെ കൂടെ അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓന്റെ ശരീരത്തിൽ ഏലസ് ഉണ്ട്. നബിക്ക് അധികാരമുണ്ട്. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഏലസ് കണ്ട നമുക്ക് പൊട്ടിക്കാൾ അധികാരമുണ്ടോ? ഉണ്ടോ? ഇല്ല. പറഞ്ഞു കൊടുക്കാനുള്ള അധികാരമേ ഉള്ളൂ. ഇത് ഒഴിവാക്കിക്കള, ഇത് ശരിയല്ല, ശിർക്കാണ്, പറഞ്ഞു കൊടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂലിന് അധികാരമുള്ള സമയ റസൂലുള്ള ഫഅദ്ഖല യദഹു, ഈ ഏലസിന്റെ ഉള്ളിലേക്ക് റസൂലുള്ള കൈയങ്ങ് പ്രവേശിപ്പിച്ചു. ഫഖതഅഹാ, അതങ്ങ് വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ മൻ അല്ലക തമീമ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്. ഇത് ഹദീസിലുണ്ടോ? എത്ര ക്ലിയറാണ്. എന്നിട്ട് എന്താണ് ഈ മുസ്ലിം ഉമ്മത്തിന് പറ്റുന്നത്? ഒരൊറ്റ കാര്യമാണ് ഇവർ വാദിക്കുന്നത്. ശരിക്ക് പഠിച്ചോളൂ നിങ്ങൾ. ഒറ്റ കാര്യം, അള്ളാഹ് കൊടുത്ത കഴിവെന്ന് അങ്ങനെ ഒരു സംഭവേ ഇല്ല. അങ്ങനെ ഒരു സംഭവേ ഇല്ല. അള്ളാഹ് കൊടുത്ത കഴിവെന്ന് സഹായിക്കുക, അള്ളാഹ് കൊടുത്ത കഴിവെന്ന് ചോദിക്കാം എന്നൊരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഉണ്ടോ? അള്ളാന്റെ റസൂല് വഫാത്തായി കിടക്കുക, അടുത്ത ഖലീഫ ആരാന്നുള്ള ചർച്ച നടക്കുക. അള്ളാന്റെ റസൂലിനെ ഖബറിലേക്ക് വെച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അടുത്ത ഖലീഫ ആരാ ചർച്ച നടക്കുക. ആ ചർച്ചക്കിടയിൽ ചർച്ച നീണ്ടു, സമയം മുന്നോട്ട് പോവുക. ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ, ലോകം കണ്ട അഷ്റഫുൽ ഖൽഖായ തങ്ങളായ മുത്തുനബിയുടെ ബോഡി നമ്മൾ ഖബറിലേക്ക് വെച്ചിട്ടില്ല, നബിയോടൊന്ന് ചോദിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് മഴയില്ലാതെ വന്നപ്പോൾ സഹാബികളോട്, നബിയെ മഴയില്ല, വളരെ വിഷമത്തിലാണ് ഞങ്ങൾ,
നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നേതാവായി നിന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴ കിട്ടി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് ശേഷം ക്ഷാമം വന്നു. ഏതെങ്കിലും ഒരു സഹാബി നബിയുടെ ഖബറിലെത്തി വന്നിട്ട്, നബിയെ മഴയില്ല, വെള്ളത്തിന് കുടുങ്ങി നിൽക്കുകയാണ്, പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് വെള്ളം വേണം നബിയെ, ഒന്ന് പറയൂ അള്ളാഹിനോടൊന്ന് പറഞ്ഞോ? കള്ളക്കഥയല്ലാതെ, ഏതോ ഒരു മനുഷ്യൻ ഖബറിന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞ കഥയല്ലാതെ സ്വഹീഹായ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹദീസ് ഉണ്ടായിട്ട് ഒരൊറ്റ ഹദീസിൽ വന്നോ അങ്ങനെ ഒരു സംഭവം? വന്നോ? ഇതെന്താണ് ഈ മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാവാത്തത്? അമ്പിയാക്കന്മാർ ആദരിക്കണം, മൗലിയാക്കന്മാർ ആദരിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം. പക്ഷേ ഇന്ന് അനുസരണയല്ല, മറിച്ച് ഈ ഖബറിൽ കിടക്കുന്ന ആളെ ആരാധിക്കുന്ന അവസ്ഥയാണ്. ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, എങ്ങനെ നമ്മൾ ഉമ്മാനോടൊക്കെ സംസാരിക്കണ പോലെ. ഞാൻ യൂട്യൂബിൽ ഒരു ഉസ്താദിന്റെ സിയാറത്ത് നോക്കിയപ്പോൾ ഉസ്താദ് പറയാണ്, കുറേ ആളുണ്ട് ബേക്കില്, ഖബർ ഉപ്പാപ്പ ഞങ്ങൾ എത്ര നേരമായി വന്നിട്ട്, ഞങ്ങളെ വിഷമം അറിയുന്നില്ല ഉപ്പാപ്പ, ഇനിയും കുറെ ആള് വരാനുണ്ട് ഉപ്പാപ്പ, തൽക്കാലം ഞങ്ങൾ പോവട്ടോ ഉപ്പാപ്പ. ആരോടാ ഈ പറയണേ? ഞാൻ നാടൻ ശൈലിയിൽ ചോദിക്കാൻ, ആരോടാ ഈ പറയുന്നത്? ഇയാൾ പറയാണ്, ബേക്കിലെ ആളുകളൊക്കെ ആമീൻ ആമീൻ, ഞങ്ങളുടെ മനസ്സിന്റെ വിഷമം അറിയുന്നില്ല ഉപ്പാപ്പ, ഞങ്ങളുടെ മക്കളുടെ പ്രശ്നം അറിയുന്നില്ല ഉപ്പാപ്പ, ഞങ്ങളുടെ വല്യമ്മാന്റെ പ്രശ്നം അറിയുന്നില്ല ഉപ്പാപ്പ, ആയിരക്കണക്കിന് ആളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനില്ല ഉപ്പാപ്പ, തൗഫീക്ക് നൽകണേ ഉപ്പാപ്പ, തൽക്കാലം ഇപ്പൊ പോവാട്ടോ ഉപ്പാപ്പ. ഇത് കണ്ടിട്ട് ഒരു മനുഷ്യന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഈ റമദാൻ മാസത്തിൽ എന്തിനാ ഇത് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞോളി. ഇത് പറയാതെ പ്രിയപ്പെട്ടവരെ, ദീനിന്റെ കാതലാണിത്, ഇസ്ലാമിന്റെ ജീവനാണിത്. ഇത് കാറ്റിൽ പറത്തുകയാണ് ഇവിടെ, യാതൊരു കുസലുമില്ലാതെ. വള്ളി കിട്ടിയ വള്ളിനെ പാലക്കാട് പോയി നോക്ക് നിങ്ങൾ. ഞാൻ പോയി നേരെ കണ്ടതാ, തൊട്ടിത്തുണി ഇങ്ങനെ കെട്ടി തൂക്കിക്കണേ ഒരു വള്ളിയിൽ. വലിയൊരു വണ്ണുള്ള വള്ളി തൊട്ടടുത്ത മരത്തേക്ക് കയറി പിടിച്ചാൽ ആ കൊമ്പ് താവൂലേ? അപ്പൊ പറഞ്ഞിട്ടുണ്ടാക്കുകയാണ്, ഈ കൊമ്പ് ഈ വള്ളിനെ ആദരിക്കുകയാണ്. എന്നിട്ട് അതിൽ തൊട്ടിത്തുണി. എന്താ ഈ വള്ളിക്ക് പ്രത്യേകത എന്ന് ചോദിച്ചു നോക്കാറ് പോയിട്ട്. കുട്ടിയില്ലാത്തവർ തൊട്ടിയുമായി വന്ന് വള്ളിയിൽ കെട്ടിയാൽ കുട്ടിയെ കിട്ടും. എന്നിട്ട് തൊട്ടിത്തുണിയും പിടിച്ച് നിൽക്കുക മുസ്ലിം ഉമ്മത്ത്. തൗഹീദുണ്ട് ഈ ഉമ്മത്തിന്. തൊട്ടിത്തുണിയും പിടിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലായി, 10 കൊല്ലായി, 15 കൊല്ലായി, മക്കളില്ല, ട്രീറ്റ്മെന്റ് അല്ല, പിന്നെ വള്ളിയിൽ തൊട്ടിയെട്ടാൻ പോവുക. പ്രായാധിക്യം കൊണ്ട് എല്ല് നുരുമ്പി, താടി നരച്ചു, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയാ, പടച്ചവനെ ഒരു സ്വാലിഹായ കുട്ടിയെ കൊണ്ട അല്ലാ, പ്രതീക്ഷ കൈവിടുന്നില്ല റബ്ബേ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, കൊണ്ട റബ്ബേ അള്ളാഹിനോട് പറയാ നബിമാര്. എന്നിട്ട് നമ്മുടെ ഉമ്മത്ത് പോവുക ഖബറിന്റെ മുന്നിലേക്ക്. CM-നെ കണ്ടോൽക്ക് സ്വർഗം. ഒരു ഉസ്താദിന്റെ പ്രസംഗം, CM-നെ ജീവിതത്തിൽ ഒറ്റ തവണ കണ്ട സ്വർഗം കിട്ടും. അപ്പൊ കാണാത്തവർക്കൊക്കെ സങ്കടമായി. അപ്പൊ വേറെ ഉസ്താദ് കേട്ടോ, ഇനിയും കാണാനുള്ള ചാൻസ് ഉണ്ട്, മുമ്പ് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പൊ ഇടക്കിടക്ക് കുളിക്കാൻ വരാറുണ്ട് എന്ന്. കണ്ടോ? ഈ സംഭവങ്ങൾ കേരളത്തിൽ പച്ചക്ക് നടക്കുമ്പോൾ ആരുണ്ട് ഇത് ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ? റമദാൻ മാസത്തിൽ കുറ്റം പറയാണോ? വിശ്വാസത്തെയാണ് പോക്കറ്റടിക്കുന്നത്. വിശ്വാസത്തെയാണ്, ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തെയാണ് പോക്കറ്റടിക്കുന്നത്. നാളെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 17 തവണ നെഞ്ചത്ത് കൈകെട്ടി നിന്ന് ഒരു മുസ്ലിം പറയുന്ന പ്രതിജ്ഞയാണത്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബേ, ലോകരുടെ രക്ഷിതാവായ റബ്ബേ, നിനക്കാണ് സ്തുതി. നീ കാരുണ്യവാനാണ്, നീ കരുണയുടെ നിധിയാണ്, നീ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. എന്നിട്ട് അല്ലാഹ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. മുസല്ലങ്ങനെ മടക്കി അലമാരയ്ക്ക് വെക്കുമ്പോ കാലൊന്ന് വയ്ക്കുക, അപ്പ വിളിക്കും വല്യമ്മ ബദരീങ്ങളെ. പിന്നെ എന്തിനാ ഈ നിസ്കാരം? 17 തവണ നിസ്കാരത്തിൽ പ്രതിജ്ഞ ചൊല്ലുക, നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ. എന്നിട്ട് കാല് വഴിക്കുക, തൊട്ടിൽ കുട്ടിനെങ്ങനെ ആട്ടുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിയിട്ട് കുറെ നേരം മേപ്പോട്ട് നോക്കി ഇങ്ങനെ പാടുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് തൊട്ടിലേക്ക് നോക്കിയപ്പോൾ കുട്ടിന്റെ തല പുറത്തിയാടിയിട്ടുണ്ട്. ഉടനെ ബദരീങ്ങളെ എന്റെ കുട്ടി. ഇതുവരെ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനാ? ഇതുവരെ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനാ? ഇതെങ്ങനെയാണ് ഈ മുസ്ലിം ഉമ്മത്തിനോട് എത്ര നാടൻ ശൈലിയിൽ പറയാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്ന് ഇത് പറയുന്നത്? ഏതെങ്കിലും ഒരു നിഷ്കളങ്കയായ ഉമ്മ ഈ റമദാനിന്റെ പ്രഭാഷണം കേൾക്കാൻ പെരിന്തൽമണ്ണയിലെ ഈ ഓഡിറ്റോറിയത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോ ഹൃദയത്തിന്റെ ഒരു കോർണറിൽ
തൗഹീദിന്റെ ഒരു വെളിച്ചമുണ്ടാവാൻ പാറയിൽ കൊത്തിയിട്ട പോലെ ഒരു വെളിച്ചം അവിടെ ഉണ്ടാകാൻ, അതാ നാളെയുടെ രക്ഷക്ക് അതാണ് ഉപകാരപ്പെടുക. അതിനാ ഇത് പറയുന്നത്. സമയം അവസാനിച്ചു സുഹൃത്തുക്കളെ. ഇസ്ലാമിന്റെ ജീവൻ ഒരു തവണ പറഞ്ഞാൽ തീരുമോ? ഒരു മണിക്കൂർ പറഞ്ഞാൽ തീരുമോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഖബർ കിടക്കുന്ന, ജാറത്ത് കിടക്കുന്ന ആളുകളൊക്കെ പലതും അറിയുന്ന. കേരളത്തിൽ ഒരു കുടുംബം തൗഹീദിലേക്ക് വന്നത് എങ്ങനെ അറിയോ? ഇവർ നല്ല ഡ്രസ്സ് ഇടൂല, ഇവർ നല്ല ഡ്രസ്സ് ഉപയോഗിക്കൂല, ഓപ്പൺ ചുരിദാറുകളും അങ്ങനെ മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ടാണ് നടക്കുക. ഒരിക്കലും ഇവരെല്ലാവരും ഒരുങ്ങി പിടിച്ച് പർദ്ദയൊക്കെ ഇട്ടിട്ട് ജാറത്ത് പോവുക. അപ്പോൾ അയൽവാസി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ ഇപ്പോൾ ഒരു മാറ്റം? ഞങ്ങൾ സിയാറത്തിന് പോവുക. അപ്പം എന്താ ഇങ്ങനെ? നിങ്ങൾ സാധാരണ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലോ പർദ്ദയൊക്കെ ഇട്ടിട്ട് കുടുംബം എല്ലാവരും ഒന്നിച്ച് പോവുക, എല്ലാവരും പർദ്ദയും മഫ്തിയൊക്കെ ഇട്ട് ഷാറായിട്ടാ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പല ജാറത്തിലേക്കും പോവുകയാണ്. ഷെയ്ഖുമാരാലെ വലിയ വലിയ മഹാരഥന്മാരെ ഖബർ ഓല് നമ്മളെ കാണുന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു അവരോട്, നിങ്ങൾ ജാറം കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. ജാറത്തിൻ്റെ ഉള്ളിൽ സാധാരണ ഖബറാണെങ്കിൽ 6 അടി താഴ്ച ഖബർ, പിന്നെ കുറച്ച് മേലെ മൂടുകല്ല്, പിന്നെ അതിൻ്റെ മേലെ എല്ലാവരും വാരിയിട്ട മണ്ണ് സാധാ ഖബറാണെങ്കിൽ, പിന്നെ സാധാരണ ഖബറാണെങ്കിൽ 1 ചാണ് ഉയരത്തിൽ മണ്ണ്. ഇത് ഇഷ്ടിക കൊണ്ടോ വെട്ടുകല്ല് കൊണ്ടോ ഹോളോ ബ്രിക്ക് കൊണ്ടോ പടുത്തത്, പിന്നെ തേച്ചത്, പിന്നെ അതിൻ്റെ പോലെ പച്ചപ്പുതപ്പ് വിരിച്ചത്, ഒന്നല്ല കുറേ വിരിച്ചത്. ഇതൊക്കെ തുളച്ചിട്ട് നിങ്ങളെ കാണുമെങ്കിൽ പിന്നെ ഇപ്പം നിങ്ങളെ പർദ്ദ തടസ്സം? ഖബർ തുളച്ച്, ഹോളോ ബ്രിക്ക് തുളച്ച്, തേച്ചത് തുളച്ച്, അതിൻ്റെ മേലെ വിരിച്ച 10 പുതപ്പും തുളച്ച് നിങ്ങളെ കാണുമെങ്കിൽ നിങ്ങളെ പർദ്ദ പിന്നെ അവർക്ക് തടസ്സം? ആയിത്തൊരു കുട്ടി ചിന്തിച്ചു, ശരിയല്ലേ അമ്മ പറയണത്? ശരിയല്ലേ? ആലോചിക്കാനില്ലേ? ഒരു നാടൻ മനുഷ്യൻ സംസാരിച്ചു. ആ കുടുംബം ഇന്ന് തൗഹീദിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ റെഡിയാ. എന്താ ഈ മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്? നിങ്ങളെ ഭാവി പറയാൻ പറഞ്ഞിട്ട് ഗേറ്റിങ് നിൽക്കുക ചില ആളുകൾ. ഇപ്പൊ കുറഞ്ഞു നിങ്ങളെ ഭാവി പറയാൻ. ഞങ്ങൾ വരാം, നിങ്ങൾക്ക് കുറേ പറയാനുണ്ട്, ഉമ്മാന്റെ മുഖം കണ്ടിട്ട് കുറേ പറയാനുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞാൽ വന്നോ പറഞ്ഞു. അപ്പൊ ചോദിക്കുക, പട്ടിൻ്റെ അവിടെ ഓനപ്പം പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും പറയാൻ പോണേ. വരാൻ പറഞ്ഞപ്പോ ചോദിക്കുക, പട്ടിൻ്റെ അവിടെ? എന്താ ചിന്തിക്കാത്തത്? കളഞ്ഞുപോയ സാധനം തിരിച്ചു കിട്ടാൻ ജാറത്തിന്റെ മുന്നിൽ വെച്ച പെട്ടിയിൽ പൈസ ഇടുക. കളഞ്ഞുപോയ സാധനം തിരിച്ചു കിട്ടാൻ റമദാനിൽ കുറേ പൈസ വീണപ്പോൾ അവസാനത്തെ 10 കള്ളനത് കൊണ്ടേ. ജാറ കമ്മിറ്റി എന്താ ചെയ്യേണ്ടത്? വേറൊരു പെട്ടി വെക്കുക, എന്നിട്ട് 500 ഇടുക. ആദ്യം പോയ പെട്ടി കിട്ടണ്ടേ? അതിന് ജാറ കമ്മിറ്റി പോലീസിൽ പരാതി. ഇഷ്ടം പോലെ പൈസ ഉണ്ടാവാൻ സാധ്യതയുള്ള റമദാനിലെ പെട്ടി പോയത് തൊണ്ടി സഹിതം പിടിച്ചുകൂടി തരണം. നാട്ടുകാരത് പോയാൽ പെട്ടിയിൽ പൈസ ഇടുക, ജാറ കമ്മിറ്റിൻ്റെത് പോയാൽ പോലീസ് പിടിച്ചു കൊടുക്കണം. ഖബറിൽ കിടക്കുന്ന, ജാറത്ത് കിടക്കുന്ന മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് വെച്ച പെട്ടിയാ പോയത്. ഇതെന്താ മനുഷ്യൻ ആലോചിക്കാത്തത്? എന്താ മനുഷ്യൻ ചിന്തിക്കാത്തത്? സുഹൃത്തുക്കളെ, ഇത് ഒരുപാട് നിങ്ങളൊന്ന് ആലോചിച്ച് പഠിച്ച് നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളോട്, ബന്ധുമിത്രാദികളോട് ഈ തൗഹീദിന്റെ വെളിച്ചം മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്ന് മാത്രമേ എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. നമുക്ക് പോവാനുണ്ട്, സമയം 30 കഴിഞ്ഞു. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പിഴവുകളും നീ തിരുത്തി അനുഗ്രഹിക്കണേ അല്ലാ. യഥാർത്ഥ തൗഹീദിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിൽ നാനാഭാഗത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ബന്ധുമിത്രാദികൾ പലരുമുണ്ട്. അവർക്കൊക്കെ നീ ദീനിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പിഴച്ചു പോകുന്ന കാലത്ത് ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ലഹരിയുടെ, കൊലപാതകത്തിൻ്റെ വലിയ ഒച്ചപ്പാടുകൾ കേൾക്കുന്ന ലോകത്ത് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും നീ നിർഭയത്വം നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. റമദാനിലെ നോമ്പനുഷ്ഠിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവർക്ക് നീ അല്ലാഹുവേ വേഗത്തിൽ അറുതിയും ആശ്വാസവും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. ലോകത്തിൻ്റെ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം വേദനിക്കുന്ന രാജ്യമുണ്ട്, മനുഷ്യരുണ്ട്. അവർക്ക് നീ ആശ്വാസവും പരിഹാരവും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.